ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സെന്റ് തോമസ് ചർച്ച് വാശിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദേവാലയത്തെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തെ പരിചയപ്പെടുത്തുവാൻ ഒരുങ്ങുന്ന ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ടീമിനെയും ഈ ഇടവകയിലേക്ക് നിരമനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. നവി മുംബൈയിലെ വാശി എന്ന സ്ഥലത്താണ് ഈ ഇടവക സ്ഥിതി ചെയ്യുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള APMC മാർക്കറ്റിന് തൊട്ടടുത്ത് വെറും 10 മിനിറ്റ് ദൂരത്താണ് നമ്മുടെ ഈ ദേവാലയം. 1970 സിഡ്കോ രൂപം കൊള്ളുന്നത്. സിഡ്കോ എന്ന് പറയുമ്പോൾ സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് മഹാരാഷ്ട്ര. സിഡ്കോയുടെ കീഴിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട സ്ഥലമാണ് താനെ മുതൽ റായ്ഗഡ് വരെയുള്ള ഈ സ്ഥലം. സിഡ്കോയുടെ കീഴിൽ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, റെസിഡൻഷ്യൽ ഏരിയാസും അതുപോലെയുള്ള ബേസിക് അമ്യൂണിറ്റീസ് ഇവിടെ നന്നായി ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒത്തിരി ആളുകൾ നവി മുംബൈയിലേക്ക് താമസിക്കുവാൻ ആഗ്രഹിക്കുകയും ഇവിടെ ഒത്തിരി പേര് താമസിക്കാൻ വരികയും ചെയ്തു. പിന്നീട് 1988 മുതൽ കല്യാൺ രൂപത ഈ നവി മുംബൈ ഭാഗത്തേക്ക് വൈദികരെ ഇവിടുത്തെ ജനങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുകയും കൂദാശകളും പ്രാർത്ഥനകളും അർപ്പിച്ച് പോരുകയും ചെയ്തു. നവി മുംബൈ ഭാഗത്ത് ഏറ്റവും ആദ്യം വിശ്വാസികളുടെ കൂട്ടായ്മ രൂപപ്പെട്ടത് വാശി എന്നയിടത്താണെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പണ്ട് ബഹുമാനപ്പെട്ട തോമസ് തലച്ചിര അച്ഛൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വാശിയിലെ പല സിഡ്കോ ബിൽഡിങ്ങുകളുടെ ടെറസുകളിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പോന്നിരുന്നത്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇടവക അംഗങ്ങളുടെ ഭവനങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പോന്നു. പിന്നീടാണ് സ്വന്തമായിട്ട് 2 ഫ്ലാറ്റുകൾ വാങ്ങിക്കൊണ്ട് വൈദികർ അവിടെ വന്ന് താമസിക്കുകയും ഒപ്പം തന്നെ വാശിയിലുള്ള ലത്തീൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുകയും അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പോകുന്നതും. ഈ അവസരത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകമായി 1988 മുതൽ 1992 വരെ നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി അകമഴിഞ്ഞ് പരിശ്രമിച്ച ബഹുമാനപ്പെട്ട തോമസ് തലച്ചിരച്ചനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വർഗീസ് നടക്കലച്ചൻ 1992 മുതൽ 93 വരെ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം തുടർന്ന് 1993 മുതൽ 94 വരെ ബഹുമാനപ്പെട്ട ലോനപ്പൻ അറങ്ങാശ്ശേരി അച്ഛനാണ് ഈ ഇടവകയിൽ വികാരി അച്ഛനായിട്ട് കടന്നു വന്നത്. തോമസ് നരികുളം അച്ഛൻ്റെ കാലഘട്ടത്തിലാണ്, അതായത് 1994 മുതൽ 97 വരെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ട് സെക്ടർ 5 ഒരു ഫ്ലാറ്റ് വാങ്ങുകയുണ്ടായത്. ആ ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഒപ്പം തന്നെ 7 ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഫ്ലാറ്റ് വാങ്ങിയത്. തുടർന്ന് 1997 മുതൽ 99 വരെ ബഹുമാനപ്പെട്ട ജോസ് ആളൂരച്ഛൻ ഈ ഇടവക ദേവാലയത്തിൻ്റെ ശുശ്രൂഷ തുടർന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ഇടവകയിൽ സ്വന്തമായിട്ട് ഒരു ദേവാലയത്തിന് സ്ഥലം വാങ്ങുവാൻ വേണ്ടി ഒരു ഫണ്ട് റേസിംഗ് ഇവൻറ്റ് നടത്തുകയും ചെയ്തത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ ക്ഷണിക്കുകയും അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു ഫണ്ട് റേസിംഗ് ഇവൻറ്റ് നടത്തുകയും ചെയ്തു. 1999 മുതൽ 2002 വരെയാണ് ബഹുമാനപ്പെട്ട ഡെൻസൻ നേരെപ്പറമ്പിൽ അച്ഛൻ ഈ ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തത്. അച്ഛനെ ഈ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട തോമസ് തൈക്കൂട്ടത്തിലച്ഛൻ 2002 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ശുശ്രൂഷ ചെയ്തത്. ബഹുമാനപ്പെട്ട പോൾ ഒലിക്കലച്ഛൻ വികാരിയായി ഇരുന്ന കാലഘട്ടത്തിലാണ് 2003 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഇടവക നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലാറ്റിനോട് ചേർന്നുള്ള മറ്റൊരു ഫ്ലാറ്റും കൂടി വാങ്ങുകയും അങ്ങനെ ആ 2 ഫ്ലാറ്റും കൂടി വലിയൊരു ഹാളാക്കി മാറ്റുകയും ഏകദേശം 150 പേർക്ക് ഇരിക്കുവാനും വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുവാനുള്ള സൗകര്യം ഒരുക്കി പോകുന്നത്. പോൾ ഒലിക്കലച്ഛൻ്റെ സമയം മുതൽ വാശി ഇടവകാംഗങ്ങൾ സ്വന്തമായിട്ട് ദേവാലയത്തിന് വേണ്ടി പല സ്ഥലങ്ങൾ കാണുകയുണ്ടായി. പോളച്ചന് ശേഷം വന്ന ബെന്നി അച്ഛൻ്റെ കാലഘട്ടത്തിലും ഏകദേശം 2006 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിലും ഇതേ പരിശ്രമം തുടർന്നു.
അതിനുശേഷം 2009 മുതൽ 2014 വരെ ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വന്ന ബഹുമാനപ്പെട്ട സിജു കിഴക്കിപ്പള്ളി വാതുക്കൽ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് വാശി ഇടവകാംഗങ്ങൾക്ക് ഒരു സദ്വാർത്ത ലഭിച്ചത്. വാശിയിലെ സെക്ടർ 26 നല്ലൊരു പ്ലോട്ട് ദേവാലയത്തിന് വേണ്ടി ലഭിക്കുകയും 2011 നവംബർ മാസത്തിൽ സിഡ്കോയിൽ നിന്ന് നമുക്ക് ഈ ദേവാലയത്തിന് വേണ്ടിയുള്ള അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 2012 ജൂൺ 8 അഭിവന്യ തോമസ് എലനാൽ പിതാവിൻ്റെ ആശീർവാദത്തോടുകൂടെ നമ്മൾ ഈ ദേവാലയത്തിന് തറക്കല്ല് ഇടുകയും അതിനുശേഷം 2014 ജൂൺ 8 ഈ ദേവാലയം കൂദാശ ചെയ്യുകയും ചെയ്തു. ഈ ഇടവക രൂപം കൊണ്ട സമയം മുതൽ ഈ ദേവാലയ നിർമ്മാണം വരെയുള്ള സമയം വരെ ഈ ദേവാലയത്തെയും ഈ ഇടവക കൂട്ടായ്മയും സഹായിച്ച എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ തോമസ് എലനാൽ പിതാവിനെയും ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ രൂപതയിൽ ഉണ്ടായിരുന്ന എല്ലാ അധികാരികളെയും അവരുടെ സ്നേഹത്തിനും സഹകരണത്തിനും സഹായത്തിനും നമ്മുടെ ഈ ഇടവകയുടെ നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയും ദേവാലയത്തിന് വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ എല്ലാം പേപ്പർ വർക്ക്സ് ക്ലിയർ ചെയ്യുവാനും വേണ്ടി ബഹുമാനപ്പെട്ട സിജു അച്ഛൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ സിജു അച്ഛനെയും സിജു അച്ഛൻ്റെ ഒപ്പം പ്രവർത്തിച്ച ബിൽഡിംഗ് കോർ കമ്മിറ്റിയിലെ അംഗങ്ങളെയും ട്രസ്റ്റിമാരെയും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിനെയും ഒപ്പം തന്നെ ആ സമയം സഹായിച്ച എല്ലാ വ്യക്തികളെയും സ്നേഹത്തോടും നന്ദിയോടും ഈ ഇടവക ഓർക്കുന്നു. ദേവാലയം പണിതതിനു ശേഷം ഏറ്റവും ആദ്യം ഇവിടെ വികാരിയായിട്ട് കടന്നു വന്നത് ബഹുമാനപ്പെട്ട ജിൻഡു എടാട്ടുകുന്നിൽ അച്ഛനാണ്. അച്ഛൻ 2014 മുതൽ 2017 വരെയുള്ള കാലഘട്ടമാണ് ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തത്. തുടർന്ന് ബെന്നി താണി നിൽക്കും തടത്തിൽ അച്ഛൻ 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തു. ബഹുമാനപ്പെട്ട ജെറി മലപ്പറമ്പിൽ അച്ഛനും ബഹുമാനപ്പെട്ട റോയ്സ് കളപ്പറമ്പിൽ അച്ഛനും ഇവിടെ കൊറോണ കാലഘട്ടത്തിലാണ് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയത്. കൊറോണ കാലഘട്ടത്തിന് ശേഷം പൂർവാധിക ശക്തിയോടുകൂടി ഈ ഇടവക മുന്നോട്ട് പോകുമ്പോൾ ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ഡേവിസ് തരകനച്ഛനാണ്. അച്ഛൻ 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളാണ് ഈ ഇടവക ദേവാലയത്തിൽ വികാരിയായിട്ട് ഇരുന്നത്. അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ഏകദേശം 1997 മുതൽ ഇവിടെ വന്നിരുന്ന വികാരിയച്ഛന്മാർ 2 ഇടവക ദേവാലയത്തിന്റെ വികാരിയച്ഛന്മാരായിട്ടാണ് ശുശ്രൂഷ ചെയ്തു പോന്നിരുന്നത്. ഒന്ന് നമ്മുടെ ഈ ഇടവക വാശി, 2 തൊട്ടടുത്തുള്ള സ്ഥലം കൂപ്പർക്കരനെയും വാശിയിലും ഉത്തരവാദിത്വം വികാരിയച്ഛന്മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് കൊറോണ കാലഘട്ടത്തിന് ശേഷം കൂപ്പർക്കരനയിൽ ഉണ്ടായിരുന്ന ആ ദേവാലയത്തിന്റെ സ്ഥലം റീഡെവലപ്മെന്റിന് പോയപ്പോൾ ആ ആളുകളുടെ എണ്ണം കുറവായിരുന്നതിനാൽ ഇവിടെ ഉണ്ടായിരുന്ന ഡേവിസ് തരകനച്ഛൻ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് കൂപ്പർക്കരനി വാശി ഇടവക വീണ്ടും മെർജ് ചെയ്ത് ഒരുമിച്ച് വിശ്വാസികളെല്ലാവരും വാശി ഇടവകയിലെ അംഗങ്ങളായിട്ട് മാറുകയും ചെയ്തു. 2024 മെയ് മാസമാണ് ഞാൻ ഈ ഇടവകയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. എൻ്റെ പേര് ഫ്രിൻഡോ ഒല്ലുക്കാരൻ. ഞാൻ ഈ കല്യാൺ രൂപതയുടെ തന്നെ അമലമാത ഇടവകയിലെ ഇടവകാംഗമാണ്. ദൈവകൃപയാൽ ഈ ഇടവകയിൽ ദൈവഹിതമനുസരിച്ച് ശുശ്രൂഷ ചെയ്തു പോരുന്നു. ഈ ഇടവകയെ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ചില അസോസിയേഷൻസിനെയും ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതൃവേദി, മാതൃസംഘം, യൂത്ത്, കാറ്റഗിസം, കോയർ, ഓൾട്ടർ ബോയ്സ്, ജീസസ് നഴ്സസ് ഫ്രറ്റേണിറ്റി, ജീസസ് യൂത്ത്, ഈ അസോസിയേഷൻസ് ഒക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ഇടവകയെ ദൈവകൃപയാലും ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് നയിക്കുവാൻ എന്നെ സഹായിക്കുന്നത് ഈ ഇടവകയിലെ പ്രിയപ്പെട്ട പാരിഷ് കൗൺസിൽ മെമ്പേഴ്സാണ്. ഈ ഇടവകയിലെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ഏകദേശം 29 പേരോളമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വലിയ സന്തോഷത്തോടെ എല്ലാ മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ഇവിടെ മീറ്റിംഗ് കൂടാറുണ്ട്. ഈ ഇടവകയിലെ പിതൃവേദിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം രൂപതയിലുള്ള പല മത്സരങ്ങളിലും വാശി ഇടവകയിലെ പിതൃവേദി അംഗങ്ങളാണ് സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. പ്രത്യേകിച്ച് വടംവലി മത്സരം, നാടക മത്സരം, മൈം മത്സരം, അങ്ങനെ പല മത്സരങ്ങളിലും വാശി ഇടവക അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഈ വർഷം തന്നെ എടുക്കുകയാണെങ്കിൽ വാശി ഇടവക കല്യാൺ രൂപതയിൽ നടത്തിയ നാടക മത്സരവും ഒപ്പം തന്നെ മൈം മത്സരത്തിലും
രണ്ടിലും കല്യാൺ രൂപത തലത്തിൽ തന്നെ 1ാം സ്ഥാനമാണ് സ്വന്തമാക്കിയത്. ഈ വാശി ഇടവകയിലെ എല്ലാ പിതൃവേദി അംഗങ്ങളെയും ഇത്ര ശക്തരായിട്ട് മുന്നേറുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അവരെല്ലാവരെയും ഈ ഇടവക ദേവാലയത്തിന് പേരുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഇടവകയിൽ ഏകദേശം 100ഓളം ആക്റ്റീവ് പിതൃവേദി അംഗങ്ങളുണ്ട്. അവരുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഈ ഇടവക വളരെ മനോഹരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മാതൃസംഘം അംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. ഏകദേശം 145 അമ്മമാർ ഞങ്ങൾ മാതൃസംഘം അസോസിയേഷനിലെ അംഗങ്ങളാണ്. ഈ മാതൃസംഘത്തിൽ ഏകദേശം 25 പേരോളം കോർ കമ്മിറ്റിയിലെ, അതായത് എല്ലാ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച മീറ്റിംഗ് കൂടുമ്പോൾ ഈ 25 അമ്മമാർ എല്ലാം തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി സജീവമായിട്ട് ഒരുമിച്ച് വരികയും അങ്ങനെ മാതൃസംഘം അസോസിയേഷനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ഒരു കാര്യം കൂടി ഓർക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫൊറോന തലത്തിലുള്ള മത്സരങ്ങളിലും ഒപ്പം തന്നെ ഡയസിഷൻ ലെവൽ മത്സരങ്ങളിലും ഈ വാശി ദേവാലയത്തിലെ അമ്മമാർക്ക് സമ്മാനം ലഭിക്കുകയുണ്ടായി. വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഇവരുടെ ഈ വിജയം ആഘോഷിക്കുന്നു. ഈ ഇടവകയിലെ യുവജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എല്ലാം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുകയും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗ് കൂടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു പോരുന്നു ഇവിടുത്തെ യുവജനങ്ങൾ. ഏകദേശം 85 യുവജനങ്ങൾ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഈ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിൽ വലിയ സന്തോഷത്തോടെ അവരെ ഓർക്കുന്നു. ഒരു ദേവാലയത്തിലെ കോയർ മെമ്പേഴ്സിനെ ഓർക്കാതെ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷകളെ കുറിച്ച് നന്ദിയോടെ സംസാരിക്കാതെ ഒരിക്കലും ആ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയില്ലല്ലോ. അപ്പോൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എല്ലാം കോയർ മെമ്പേഴ്സിനെ ഓർത്തുകൊണ്ട് അവരുടെ ശുശ്രൂഷകൾക്ക് ഓർത്തുകൊണ്ട് അവർ ചെയ്യുന്ന വലിയൊരു സേവനമാണ് നമ്മുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയ്ക്കും ഒപ്പം തന്നെ മറ്റ് പല അവസരങ്ങളിലും മനോഹരമായിട്ട് ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് സ്നേഹത്തോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോയർ മെമ്പേഴ്സ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എപ്പോഴും എല്ലാം ഞായറാഴ്ചയ്ക്ക് മുൻപായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയും ഒപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ ഗീതങ്ങളൊക്കെ ആലപിക്കുമ്പോൾ ആ സമൂഹത്തെ, ആ കൂട്ടായ്മയെ ഒരു ദൈവികമായിട്ടുള്ള അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഇടവകയിലെ കോയർ മെമ്പേഴ്സിന് സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടവകയിലെ കോയർ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പിതൃവേദിയും മാതൃസംഘം യുവജനങ്ങളും കുഞ്ഞുമക്കളും എല്ലാവരും അടങ്ങുന്ന ഈ കോയർ മെമ്പേഴ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. ഓൾട്ടർ ബോയ്സിനെ കുറിച്ച് പറയാതെ പറ്റുകയില്ലല്ലോ. തീർച്ചയായിട്ടും ഓൾട്ടർ ബോയ്സ് ഞങ്ങളുടെ ഈ ഇടവകയിൽ വളരെ ആക്റ്റീവാണ്. ഓൾട്ടർ ബോയ്സ് ചെയ്യുന്ന ശുശ്രൂഷയും വലിയൊരു ശുശ്രൂഷയാണ്. അൾത്താരയിൽ ഡീക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഓൾട്ടർ ബോയ്സ് ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളും അൾത്താരയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്ക് ട്രെയിനിങ് നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ 2 ആനിമേറ്റേഴ്സും ഉണ്ട്. ഈ 4 പേരും കൂടി വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ ഓൾട്ടർ ബോയ്സിനെ ഒരുക്കിക്കൊണ്ട് പുതുതായിട്ട് വരുന്ന ഓൾട്ടർ ബോയ്സിൻ്റെ വലിയ ആഘോഷമായിട്ടുള്ള അൾത്താരയിലേക്കുള്ള സ്വീകരണമൊക്കെ ഈ ദിവസങ്ങളാണ് കഴിഞ്ഞത്. ഇവരെല്ലാവരെയും ഓൾട്ടർ ബോയ്സ് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും ഈ ദേവാലയത്തിൽ അവരുടെ സാന്നിധ്യത്തെ ഓർത്തും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അവരെ നന്ദിയോടെ ഓർക്കുന്നു. കാറ്റഗിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടവകയുടെ അവിഭാജികമായിട്ടുള്ള ഒരു ഘടകമാണ്. വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന അതേ പാരമ്പര്യവും വിശ്വാസവും കൈമാറി കൊടുക്കുന്ന ഒരിടമാണല്ലോ കാറ്റഗിസം ക്ലാസ്സുകൾ. ഈ ഇടവകയിൽ ഏകദേശം 105ഓളം കുട്ടികളാണ് കാറ്റഗിസം ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. 16 ടീച്ചേഴ്സാണ് കാറ്റഗിസം പഠിപ്പിക്കുക. ഈ ഇടവകയിൽ കൃത്യമായിട്ട് ക്ലാസ് മുറികളില്ലെങ്കിൽ പോലും ഒരു വലിയ ഹാളിൽ പല ഇടങ്ങളിലുമായിട്ട് ഇരുന്ന് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഒപ്പം തന്നെ ജീസസ് കിഡ്സ് എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് കാറ്റഗിസം വിശ്വാസ പരിശീലനം നമ്മുടെ ടീച്ചേഴ്സ് വളരെ മനോഹരമായിട്ട് അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പല എക്സ്പോഷർ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ചില എയ്ഡ്സ് സെൻറ്ററിലേക്കും ഒപ്പം തന്നെ ക്യാൻസർ സെൻറ്ററിലേക്കും ഓർഫനേജസ്, ഓൾഡ് ഏജ് ഹോംസും ഇതുപോലെയുള്ള ചാരിറ്റി വിസിറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇടവകയുടെ വലിയൊരു ലക്ഷ്യം നമ്മുടെ ഇടവക കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സൗഭാഗ്യം
തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ എക്സ്പോഷർ പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഓരോ എക്സ്പോഷർ പ്രോഗ്രാമിലൂടെയും അവർ തിരിച്ചറിയുന്നുണ്ട് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ഇതിനൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു എക്സ്പോഷർ പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത്. മാതാപിതാക്കളും വളരെ പ്രോത്സാഹത്തോടു കൂടി, വലിയ സ്നേഹത്തോടു കൂടി, പ്രോത്സാഹനത്തോടു കൂടിയാണ് നമ്മുടെ ഈ കാറ്റഗിസം കുട്ടികളെ ഇതിലേക്കൊക്കെ അയക്കുക. ഒപ്പം തന്നെ ഞങ്ങളുടെ കാറ്റഗിസം കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഈ നവി മുംബൈ ഫൊറോനയിൽ തന്നെ ഈ പ്രാവശ്യം ഫസ്റ്റ് വാങ്ങി എല്ലാ മത്സരങ്ങളിൽ സമ്മാനം മേടിച്ചു. ഞങ്ങളുടെ ഈ ഇടവകയിലെ കുഞ്ഞുമക്കളെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഈ കാറ്റഗിസം ഫെയ്ത്ത് ഫെസ്റ്റ് ഞങ്ങളുടെ രൂപത തലത്തിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അതിന് ഫൊറോന തലത്തിൽ നടന്ന മത്സരങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുമക്കളാണ് ഏറ്റവും ആദ്യ സ്ഥാനം കരസ്ഥമാക്കിയത്. അതിൽ വലിയ അഭിമാനമുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കളെ വളരെ വിശ്വാസത്തിലും സ്നേഹത്തിലും തീക്ഷ്ണതയിലും ഒക്കെ വളർത്തുന്ന മാതാപിതാക്കൾക്കും പ്രത്യേകമായിട്ട് ഈ 14 കാറ്റഗിസം ടീച്ചേഴ്സിനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും ട്രസ്റ്റിയും ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നേഴ്സസായിട്ട് ജോലി അന്വേഷിച്ചു വന്ന അനേകം മക്കളുണ്ടായിരുന്നു പണ്ട്. ഞങ്ങളുടെ രൂപതയിൽ അവർക്ക് ഒരു സംഘടനയും കൂടിയുണ്ട്, ജീസസ് നഴ്സസ് ഫ്രറ്റേർണിറ്റി. ഈ ജീസസ് നഴ്സസ് ഫ്രറ്റേർണിറ്റിയിൽ പണ്ട് ഒത്തിരി അംഗങ്ങളുണ്ടായിരുന്നു. ഏകദേശം ഒരു ഇടവകയിൽ തന്നെ 100-200 നഴ്സുമാർ അവരുടെ ഇടവകയിലെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു പല ഇടവകകളിലും. പക്ഷേ ഇന്ന് നഴ്സുമാരുടെ അംഗത്വം ഈ രൂപതയിലും ഈ ഇടവകകളിലൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും വാശി ഇടവകയിൽ ഇന്നും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നഴ്സുമാർ. അമ്മമാരായിട്ട് ഈ ഇടവകയിൽ സെറ്റിലായിട്ടുണ്ടെങ്കിലും അവർ നഴ്സുമാരാണെന്ന് വളരെ അഭിമാനത്തോടു കൂടെ പറയുന്ന അമ്മമാരാണ്. ഞങ്ങളുടെ ഇടവകയിൽ അവരുടെ സേവനവും അവരുടെ ശുശ്രൂഷയും വലിയ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ലഭ്യമാണ്. ഞങ്ങൾ അതിലോർത്ത് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ജീസസ് യൂത്ത് സംഘടനയും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് യൂത്ത് എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങൾ ഇവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. ജീസസ് യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ആഗോളതലത്തിൽ തന്നെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ജീസസ് യൂത്തിലെ അംഗങ്ങൾ ഞങ്ങളുടെ ഈ ഇടവകയിലുണ്ട്. യുവജനങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഒരുമിപ്പിക്കുകയും അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അതിനെക്കുറിച്ചുള്ള റിഫ്ലക്ഷൻസ് പങ്കുവയ്ക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തി വളരെ മനോഹരമായിട്ട് ആക്റ്റീവായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾ ജീസസ് യൂത്ത് സംഘടനകളിലൂടെ മുന്നോട്ട് പോകുന്നു. ഈ ഇടവകയിൽ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. പ്രത്യേകമായിട്ട് എല്ലാ മാസം 15 കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള പാവപ്പെട്ട 15 കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ 15 കുടുംബങ്ങൾക്കുള്ള ആവശ്യമുള്ള റേഷൻ കിറ്റായിട്ട്, ഫുഡ് കിറ്റായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഇടവകയിൽ അവർക്ക് ടൈലറിങ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഏകദേശം ഒത്തിരി കുഞ്ഞുമക്കൾക്ക് പഠിക്കുവാനുള്ള സഹായം നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് കൊടുത്തു പോരുന്നു. ഈ ഇടവകയിൽ പ്രധാനമായിട്ട് തിരുനാൾ ആഘോഷിക്കുന്നത് ജാനുവരി മാസത്തിലെ 2-ാമത്തെയോ അല്ലെങ്കിൽ 3-ാമത്തെ ആഴ്ചയിലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക. ഇവിടെ പ്രത്യേകമായിട്ട് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സെബസ്ത്യാനോസിൻ്റെയും ഇപ്പോൾ കോപ്പർക്കരനെ ഇടവക വീണ്ടും നമ്മുടെ വാശി ഇടവകയായിട്ട് മെർജ് ആയതുകൊണ്ട് ഉണ്ണി മിശിഹായുടെയും സംയുക്ത തിരുനാളാണ് ജനുവരി മാസം ആഘോഷിക്കുക. ഏകദേശം 9 ദിവസം നൊവേനയും വിശുദ്ധ കുർബാനയും അർപ്പിച്ചതിന് ശേഷം 10-ാം ദിവസം ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാനയും വാദ്യമേളങ്ങളോടുകൂടിയുള്ള പ്രദക്ഷിണവും തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി ആഘോഷിച്ചു വരുന്നു. ഈ അവസരത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയങ്ങളെക്കുറിച്ച് പറയുവാനും കൂടി ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഇടവകയിൽ ഞായറാഴ്ച ദിവസം 2 വിശുദ്ധ കുർബാനയുണ്ട്. ഒന്ന് രാവിലെ 8 മണിക്ക്, പിന്നീട് 10:30. കല്യാൺ രൂപതയുടെ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യുവജനങ്ങൾക്കും കുഞ്ഞുമക്കൾക്കു വേണ്ടി ഞായറാഴ്ചകളിൽ 2-ാമത്തെ വിശുദ്ധ കുർബാന ഇംഗ്ലീഷിൽ അർപ്പിക്കാറുണ്ട്. ഇടവക ജനത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ കുർബാന 7 മണിക്കും അതിനു മുൻപായിട്ട് ആരാധനയും ജപമാലയും കുമ്പസാരിക്കുവാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. കുർബാനയ്ക്ക് ശേഷം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും ഉണ്ണി മിശിഹായുടെയും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. സെൻറ് തോമസ് ചർച്ച് വാശിയിൽ 205 കുടുംബങ്ങളാണ് ഉള്ളത്. അവരുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ 13 കുടുംബ കൂട്ടായ്മയിൽ തിരിച്ചിരിക്കുന്നു.
നമ്മുടെ ഇടവകയിൽ പ്രിയപ്പെട്ട SD സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ചുണങ്ങംവേലി പ്രൊവിൻസിൽ ഉള്ള 2 സിസ്റ്റേഴ്സ് ഈ ഇടവകയിലെ പാസ്റ്റൽ മിനിസ്ട്രി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തു പോരുന്നു. അവരുടെ ഇടവകയിൽ വളരെ സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം പങ്കുമുണ്ട് ഈ ഇടവകയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ട്രെയിനിങ് കൊടുക്കുവാനും കുടുംബ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനും ഒപ്പം തന്നെ രോഗികളെയും അതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവരെ എല്ലാവർക്കും അവരോട് ചെന്ന് എത്തി അവരുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളെയൊക്കെ അവർ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന പ്രിയപ്പെട്ട 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അവർ ഈ അവസരത്തിൽ ഈ ഇടവകയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. നവി മുംബൈ ഭാഗത്തേക്ക് വരുന്ന എല്ലാ വിശ്വാസികളും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വരണം. ഇവിടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനുകൾ അച്ഛൻ പരിചയപ്പെടുത്താം. ഇവിടെ തുർബെ, സാൻപാട, വാശി, കൊപ്പർക്കരനെ ഈ 4 ലോക്കൽ ട്രെയിനുകളുടെ സ്റ്റേഷനുകൾ വളരെ അടുത്താണ്. സാൻപാട എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങുകയാണെങ്കിൽ വളരെ അടുത്തായിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എല്ലാവരെയും ഈ യൂട്യൂബിലെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഇടവക ദേവാലയത്തിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവക ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന അനവധി മക്കൾക്ക് ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന വ്യക്തികൾ തോമാസ് ലീഹായുടെ രൂപത്തിന് താഴെ തന്നെ നിയോഗങ്ങൾ എഴുതിയിടുവാനുള്ള ഒരു സൗകര്യമുണ്ട്. ആ സൗകര്യം ഉപയോഗിച്ച് ഒത്തിരി പേര് ഇവിടെ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിടുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകൾക്കും പലപ്പോഴും ഒത്തിരി നല്ല പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ വന്ന് തിരിച്ച് വന്നുകൊണ്ട് ദൈവത്തോട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും തന്നെ ഈ ദേവാലയത്തിലേക്ക് തീർച്ചയായിട്ടും വരിക. തോമാസ് ലീഹായുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു പോകുക. അവസാനമായിട്ട് നിങ്ങളുമായി ഒരു ദൈവവചനം പങ്കിട്ട് നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് ലീഹ ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരമാണ്: എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മരണം എന്ന ഈ 3 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയമാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഹായെ പോലെ ഈ തീക്ഷ്ണതയോടെ ജീവിക്കുവാനും മരണം നേട്ടമാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്ന് നമ്മൾ പലവരും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, ഇതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന് പറയുമ്പോൾ പൗലോസ് ലീഹായുടെ ഈ വചനം നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശംശയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.